പിന്നെന്താ സാർ കാര്യം? അന്ന് ഞാൻ ആ പറഞ്ഞ കാറിനെ പറ്റി വല്ല വിവരം കിട്ടിയായിരുന്നോ? സുധേട്ടൻ അപകടത്തിൽ പെട്ട ദിവസം വന്ന ആ കാർ യാത്രക്കാരെ പറ്റി? അല്ല, അത് നേരി പറയാം. പറ്റിയാൽ അടുത്ത ദിവസം നമുക്ക് പുറത്തു വെച്ച് കാണാം. സർ, ഇവിടെ ഇപ്പം ശരി, ഞാനിവിടെ നിന്ന് ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ശരി, വെക്കട്ടെ. എന്താ മോളെ, ആരെ വിളിച്ചേ? നിരഞ്ജൻ സാറാ. ഓ, എന്താണാവോ പുതിയ വിശേഷം? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. പുറത്തു വെച്ച് എവിടെയെങ്കിലും കാണാമെന്ന്. അതെന്തിനാ പുറത്തു വെച്ച് കാണുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറഞ്ഞാ പോരെ? അതോ ഇവിടെയുള്ളവര് അറിയരുതാത്ത രഹസ്യം വല്ലതും ആണോ? അമ്മേ, നിരഞ്ജൻ ഡോക്ടർ ദേവിക മോളെ കാണണമെന്ന് പറഞ്ഞ മോള് പോയി കാണണം. പറയാനുള്ള എന്താന്ന് വെച്ചാൽ കേൾക്കണം. എന്നിട്ട് അത് നമ്മളോട് പറയാവുന്ന കാര്യമാണെങ്കിൽ ദേവിക മോള് നമ്മളോട് പറയും. അപ്പൊ അണിഞ്ഞാ മതി. ആരൊക്കെ ആരോടൊക്കെ എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ മറിക്കുന്നു എന്നൊക്കെ ആർക്കറിയാം? എല്ലാവരുടെയും കുടിപ്പകയുടെയും മത്സരങ്ങളുടെയും രക്തസാക്ഷിയായിട്ട് അകത്തെ മുറിയിൽ എന്റെ മോള് കിടപ്പുണ്ടെന്ന കാര്യം എപ്പോഴും ഓർത്തോണം. ജീവിക്കുന്ന രക്തസാക്ഷി. അങ്ങനെ പടവീടം വക്കീലും പാടമായി. അഡ്വക്കേറ്റ് സിദ്ധാർത്ഥനെ ആവിയായി പോയെന്ന് അപ്പച്ചി സന്തോഷിക്കണ്ട. അങ്ങനെ ആവിയായി പോകുന്ന ആളല്ല അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ. ഓ,